സമസ്ത വിളിച്ചാൽ എങ്ങനെ നമ്മൾ പോകാതിരിക്കുമെന്നൊരു ഗാനം ഈ അടുത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഏറെ വൈറലായ ഒരു ഗാനമായിരുന്നു. സമസ്തയുടെ 100ാം വാർഷികം കാസർഗോഡ് കുണിയയിൽ നടക്കുമ്പോൾ ഏത് മാർഗത്തിലൂടെയാണ് അങ്ങോട്ട് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് പലരുടെയും ഒരു കൺഫ്യൂഷനാണ്. ബസ്സിൽ വരുന്നവരുണ്ട്, ട്രെയിനിൽ വരുന്നവരുണ്ട്, അതുപോലെ സ്വന്തം വാഹനം ഉപയോഗിച്ച് വരുന്നവരുണ്ട്, വിദേശത്തൊക്കെയുള്ളവർ വിമാനങ്ങൾ വഴിയൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ സമസ്തയുടെ 100ാം വാർഷിക ഈ ചരിത്ര സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് നടന്നു പോയേക്കാം എന്ന് വിചാരിച്ച കുറച്ച് പേരുണ്ട്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പുതുപ്പറമ്പിൽ നിന്ന് എത്തിയ 3 പേരാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിൽ? ആദ്യം പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തല്ലാവരും. എൻ്റെ പേര് മുഹമ്മദ് മാറൂഫ് ബദരി. പുതുപ്പറമ്പിൽ സ്വദേശം പുതുപ്പറമ്പാണ്, ജോലി പൂക്കിപ്പറമ്പ് പള്ളിയിലാണ്. എന്തായിരുന്നു പേര്? ഇസ്മായിൽ. പുതുപ്പറമ്പ് തന്നെയാണ്. യൂസഫ് പുതുപ്പറമ്പ്. എന്തായിരുന്നു ബദ്രൂസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ച്? എൻ്റെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇത് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം ബാംഗ്ലൂരിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് തന്നെ ഞങ്ങൾ സമസ്തയുടെ സമ്മേളനം എവിടെ വെച്ചാണോ നടക്കുന്നത് അവിടേക്ക് നടന്നു പോകണമെന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുക്കാണ്ടായ കാരണം സമസ്തയുടെ സ്ഥാപക നേതാക്കൾ പ്രമുഖനായ മൗലാന അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ പുതുപ്പറമ്പുകാരനാണ്. അതുപോലെ തന്നെ പിൽക്കാലത്ത് വൈസ് പ്രസിഡൻ്റായി വന്ന CH ഈദുറസ് മുസ്ലിയാർ പുതുപ്പറമ്പുകാരനാണ്. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച പുതുപ്പറമ്പ് ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ 1ാം നമ്പർ മദ്രസയെ രജിസ്റ്റർ ചെയ്ത് പുതുപ്പറമ്പ് ബയാനുൽ ഇസ്ലാം മദ്രസയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അബ്ദുൽ ബാരി ഉസ്താദൊക്കെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പുതുപ്പറമ്പിലേക്ക് നടന്നു വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പോൾ സമസ്തരം സമ്മേളനം നടക്കുമ്പോൾ ആ ഒരു നടന്നു വരവിൽ നമ്മൾ അവരെ സ്മരിച്ചുകൊണ്ട് ഒരു നടന്നു പോക്ക്, അതുപോലെ തന്നെ ഞങ്ങളെ സമസ്തയ്ക്ക് സമർപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് ഇതിലുള്ളത്. രണ്ടുപേരും ഇലക്ട്രീഷ്യന്മാരാണ്. അപ്പോൾ ഒരുപാട് ദിവസത്തെ 22ാം തീയതിയാണ് യാത്ര തുടങ്ങിയെന്നല്ലേ? അപ്പോൾ 22ാം തീയതി യാത്ര തുടങ്ങിയപ്പോൾ ഇത്രയും ദിവസത്തെ പണി മുടങ്ങാണ്. കാരണം ഇനിയിപ്പോൾ ഇത് തീർന്നിട്ടല്ലേ പോകുന്നുള്ളൂ സമസ്ത സമ്മേളനം. അതെ. അപ്പോൾ ഇത്രയും ദിവസത്തെ പണി മുടങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിന് കുറച്ച് കൺഫ്യൂഷൻ ഇല്ലേ? ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ പണി പോയിക്കോട്ടെ തന്നെയാണ്. അതിലും വലുതാണ് സമസ്ത എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ. ഉസ്താദിനിപ്പോൾ 22ാം തീയതി തുടങ്ങി. എങ്ങനെയായിരുന്നു അവിടെ നിങ്ങോട്ടുള്ള യാത്രയിലൊരു അനുഭവം എന്തായിരുന്നു? യാത്രയിൽ നല്ല അനുഭവങ്ങളായിരുന്നു. കാരണം ഞങ്ങൾ 2-3 പേര് കൊടി പിടിച്ചിങ്ങനെ നടന്നു പോരുമ്പോൾ ഒറ്റപ്പെട്ട കൊടികളിങ്ങനെ കാണുമ്പോൾ പലരും നേരിട്ട് വരികയും ഇതെന്താ സംഭവം, ചില അടിത്തട്ടിലേക്ക് ഇതിൻ്റെ പ്രചരണം എത്തിക്കാൻ സാധിച്ചു എന്നാണ്. പലർക്കും ഇതിൻ്റെ ചില ആളുകൾ ചില പ്രദേശങ്ങളിൽ ഇതിൻ്റെ പ്രചരണം ബോർഡൊന്നും കാണാത്ത പ്രദേശങ്ങൾ വരെ ഉണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ഇത് കാണുമ്പോൾ വന്ന് കൈപിടിക്കുകയും ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കുക. അപ്പോൾ ഞങ്ങൾ സമസ്യയെ പരിചയപ്പെടുത്തും, സമ്മേളനം പരിചയപ്പെടുത്തും. അങ്ങനെ അവരോട് പറയും ചെയ്യും സമ്മേളനത്തിന് വരണം എന്ന് അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ യാത്രയിൽ നിങ്ങളുടെ ഒരു ഉദ്ദേശം, അതായത് നടന്നിട്ട് ഇവിടെ എത്താനുള്ള ഉദ്ദേശത്തോടൊപ്പം ഒരു പ്രചരണം കൂടി ഒരു പ്രചരണം കൂടിയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പിന്നെ 100% വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായമുള്ളത്. യാത്രയിൽ ആളുകളുടെ റെസ്പോൺസ് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ താമസം, ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നടന്നൊക്കെ വരുമ്പോൾ എവിടെ താമസിക്കും, എവിടുന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നടന്നു പോയത്? ഞങ്ങൾ പോരുമ്പോൾ അങ്ങനെ പ്രത്യേക എവിടെ താമസിക്കണം എന്ന് വെച്ചാൽ പള്ളികൾ ഉണ്ടാവും എന്നുള്ള ഉദ്ദേശം തന്നെ. കാരണം സമസ്തൻ്റെ സമ്മേളനം നടക്കണം. മിക്കവാറും പള്ളികളൊക്കെ സമസ്തൻ്റെ സമ്മേളനം നടക്കുമ്പോൾ ഇങ്ങനെ കാൽനട യാത്ര നടത്തുമ്പോൾ ഇങ്ങനെ തുറന്നു തരും, ഞങ്ങൾ അനുവദിക്കും എന്നുള്ളതിനാണ്. അതുണ്ട്, പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞ് നടന്നാൽ 11 മണിയാകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യും. പിന്നീട് അസറിന് ശേഷം 4 മണിക്ക് വീണ്ടും നടക്കും. രാത്രിയാകുമ്പോൾ ഒരു 7 മണിയാകുമ്പോൾ ഇടയിലും ഇശാക്ക് കൂടും. അവിടെ സമ്മതം ചോദിക്കുക, അവർ സമ്മതിക്കും. ഒരുപക്ഷെ അവർ തന്നെ ചിലവൊക്കെ വഹിക്കുകയും ചെയ്യും. ഓക്കെ. സമസ്തയുടെ 100ാം വാർഷികം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വൈവിധ്യങ്ങളുടെ കാഴ്ച കൂടിയാണ്. ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സുപ്രഭാതം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. താങ്ക് യു.